ഹായ്, ഗ്രീൻസൂൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റ് നമ്മുടെ ബൊഗൈൻവില്ല, അല്ലെങ്കിൽ നമ്മളെ നാടൻ രീതി പറഞ്ഞു കഴിഞ്ഞാൽ കടലാസ് പൂവ്. അത് എങ്ങനെ നമുക്ക് പ്രൂൺ ചെയ്യാം, അത് പിന്നെ വളമിടണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളെ കൂടെ കാണിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കതിനെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് വരാം. വാ. ഇതാണ് നമ്മുടെ ബൊഗൈൻവില്ല. ഇത് ഇങ്ങനെ പൊട്ടിക്കിളുത്തൊക്കെ നിൽക്കുന്നുണ്ട്, മഴയത്തൊക്കെ ഇരുന്നുകൊണ്ട്. പക്ഷെ ഇങ്ങനെ പൊട്ടിക്കിളുത്താലും ഇതിന് നന്നായിട്ട് പൂ വരത്തില്ല. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഡീപ്പായിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഡീപ്പായിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ചെറിയ കമ്പുകൾ വരുന്ന കട്ട് ചെയ്യാം. അതല്ലാതെ ഇത് ഡീപ്പായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഇത് നന്നായിട്ട് പൊട്ടിക്കിളുത്ത് വരും. ആ പൊട്ടിക്കിളുത്ത് വരുന്ന എല്ലാ ബ്രാഞ്ചസിലും നിറയെ ഫ്ലവേഴ്സ് ആയിരിക്കും. അതല്ല ചുമ്മാ നമ്മൾ ഒന്ന് രണ്ട് കമ്പൊക്കെ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിൽ നിറയെ പൂ ഉണ്ടാകത്തില്ല. അതിന് പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡീപ്പായിട്ട് പ്രൂൺ ചെയ്യുന്നത്. അപ്പം നമുക്കത് ചെയ്യാം. ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ നേരെ ഈ ബ്രാഞ്ചസുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വിടണം. നമ്മുടെ ഈ കടലാസ് ചെടിക്ക് ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ നല്ല സൂര്യപ്രകാശം, നല്ല വെയിൽ കിട്ടിയാലേ ഉള്ളൂ ഇത് നന്നായിട്ട് പൂക്കത്തുള്ളൂ. വെയിലില്ലാത്തടത്ത് നമ്മളിത് ഈ ചെടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂക്കത്തേ ഇല്ല, വെറുതെ പൊട്ടിക്കിളുത്ത് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത്, നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വേണം ഇതിനെ വെക്കാനായിട്ട്. അത് 6 തൊട്ട് 8 മണിക്കൂർ വരെ നല്ല കടുത്ത വെയിലായിരിക്കണം ഇതിന് കിട്ടുന്നത്. അപ്പം ഞാനിത് മൊത്തം പ്രൂൺ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഇതിൽ കുറച്ച് കളയൊക്കെ ഉണ്ട്, അതങ്ങ് നമുക്ക് പറിച്ച് കളയാം. ഒരുപാടൊന്നുമില്ല, കുറച്ച് ഇതൊക്കെ പറിച്ച് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. വേരൊന്നും അനങ്ങരുത്, വേരനങ്ങാത്ത രീതിയിൽ വേണം മണ്ണിളക്കാനായിട്ട്. ഈ ബൊഗൺവില്ലയിൽ പൂ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നതാണ് എന്ത് രസമല്ലേ, പല വെറൈറ്റി കളർ. എൻ്റെ കയ്യിൽ കുറേ കളറുകളുണ്ട്, എല്ലാം പ്രൂൺ ചെയ്യേണ്ടതാണ്. ഇപ്പം ചെയ്താലേ ഉള്ളൂ. നമുക്ക് മാർച്ച് ഏപ്രിൽ സമയത്താണ് ഈ ബൊഗൺവില്ലയിൽ നന്നായി പൂ ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത്. നല്ല വെയിലുള്ള സമയം, വേനൽക്കാല സമയം. ആ സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ ഇങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്താലേ ഉള്ളൂ ഇതിന് പൂ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ കൊടുക്കുന്ന വളമല്ലാതെ ഇതിന് ശരിക്കും പൊട്ടാഷും ഇതുപോലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്, എന്ത് വളം വേണേലും നിങ്ങളുടെ കയ്യിലുള്ള ഏത് വളമാണോ അത് ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ അതിന് ഇന്ന വളം വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വളമൊക്കെ ഇട്ടിട്ടേ കുറേ നാൾ കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് പൊട്ടിക്കിളുത്ത് വരുന്ന സമയത്ത് പൂ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എപ്സം സോൾട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിപ്പോഴല്ല, അത് നന്നായി പൊട്ടിക്കിളുത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട്, അന്നേരം നന്നായിട്ട് പൂ ഉണ്ടാവുമേ. നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ആ വളം ഇടുമ്പോഴത്തേക്ക് എന്ത് വളമാണോ ഞാൻ പറഞ്ഞില്ല കയ്യിലുള്ളത് ആ വളം ഇട്ടാച്ചാൽ മതി. അതല്ലാതെ ഇന്ന വളം ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ചാണകപ്പൊടിയുണ്ട്, നമ്മുടെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റും ഉണ്ട്. ഞാനിപ്പോൾ കമ്പോസ്റ്റ് മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കമ്പോസ്റ്റിനകത്ത് എന്തെങ്കിലും അല്ലാത്ത വേസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ട് നമുക്കിതിന് ഇട്ട് കൊടുക്കാം. അത് വളം ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ ചട്ടിയാണെങ്കിൽ കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി. അതല്ല ഇതുപോലെ ഒരു വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആവശ്യത്തിനുള്ള വളം നമ്മൾ ഇട്ട് കൊടുക്കണം, നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം. ഈ കമ്പോസ്റ്റിനകത്തെ കപ്പത്തൊലിയൊക്കെ ഇടുന്നതുകൊണ്ട് ഈ കപ്പത്തൊലിയുടെ ഇതൊക്കെ വലുതായിട്ട് കിടക്കുന്നതൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റും കേട്ടോ, എന്നിട്ടാണ് ഇടുന്നത്. അപ്പോൾ വളം ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മണ്ണും കൂടി എന്തിനാ മിക്സ് ചെയ്യുന്നതെന്നറിയോ? ഈ പെട്ടെന്ന് ഈ മണ്ണുമായിട്ട് ഈ വളം അങ്ങ് ലയിച്ച് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം.
അപ്പം നമ്മുടെ ഇതിൻ്റെ പ്രൂണിങ്ങും ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇതിന് വളമൊക്കെ ഇട്ടു, വെള്ളമൊക്കെ ഒഴിച്ചു, മണ്ണുമൊക്കെ ഇട്ടു. ഇനി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് പൊട്ടിക്കിളുത്ത് പൂവൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ നിങ്ങളെ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്ത് കാണിക്കാം. അപ്പം അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ.